ഇന്ത്യൻ ഇക്കോണമിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് HDI വാല്യൂ. കുറച്ച് കൺട്രീസ് തന്നിട്ട് HDI വാല്യൂവിനനുസരിച്ചിട്ട് ആ കൺട്രീസിനെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞ് തരും. ഓരോ രാജ്യത്തെയും HDI വാല്യൂവിൻ്റെ ബേസിൽ റാങ്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നോക്കുന്നുണ്ട്. അതുപോലെ ഓരോ രാജ്യത്തിൻ്റെയും റാങ്ക് എത്രയാണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ HDI വാല്യൂ നമ്മൾ പഠിക്കണം, റാങ്കും നമ്മൾ പഠിക്കണം. അപ്പോൾ കുറച്ച് HDI വാല്യൂവായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇത് ഒത്തിരി മനസ്സിലാക്കി പഠിക്കാനുള്ളൊരു ഏരിയ അല്ല, മറിച്ച് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ക്ലാസ്സിലേക്ക് വരാം. നമുക്ക് ആദ്യം എന്താണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഇൻഡെക്സ് ലോകത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് UN വികസിപ്പിച്ച് എടുത്തതാണ്. 1990s പാകിസ്ഥാനി എക്കണോമിസ്റ്റായ മഹബൂബ് ഉൾ ഹക്ക് ആണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊരു 3 ഡയമെൻഷൻ ഇൻഡെക്സ് ആണ്, അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, നോളജ്, ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മുതലായവയാണ് ആ 3 ഡയമെൻഷൻ ഓഫ് HDI എന്ന് പറയുന്നത്. ഇനി HDI വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണ്. 1 ആണ് ഹയസ്റ്റ് പോസിബിൾ HDI വാല്യൂ. ഇനി HDI വാല്യൂവിനെ 4 ടയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. HDI വാല്യൂ 0.8നും 1നും ഇടയ്ക്കാണെങ്കിൽ വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. ഇനി HDI വാല്യൂ 0.7നും 0.79നും ഇടയ്ക്കാണെങ്കിൽ ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആണ്. ഇനി HDI വാല്യൂ 0.55നും അതുപോലെ തന്നെ 0.70ക്കും ഇടയിലാണെങ്കിൽ മീഡിയം ഡെവലപ്മെൻറ്റ് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ബിലോ 0.55 ആണെങ്കിൽ ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് ആ ഒരു വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു 3 ഡയമെൻഷൻ ഇൻഡെക്സ് ആണ്. ഹെൽത്ത് ഇൻഡെക്സ്, എഡ്യൂക്കേഷൻ ഇൻഡെക്സ് ആൻഡ് ഇൻകം ഇൻഡെക്സ്. ഇനി ഓരോ ഇൻഡെക്സും മെഷർ ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. ഹെൽത്ത് ഇൻഡെക്സ് എങ്ങനെയാണ്? ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്. എഡ്യൂക്കേഷൻ ഇൻഡെക്സ് നമ്മൾ മെഷർ ചെയ്യുന്നത് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, ആ 2 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ്. ഇൻകം ഇൻഡെക്സ് നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഏതാണ്? GNP പെർ ക്യാപിറ്റ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം ബേസിൽ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഡയമെൻഷൻസ്? ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഡെക്സ്, നോളജ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻഡെക്സ്, എ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ഇൻകം ഇൻഡെക്സ്. ഇനി റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ്. അതിൻ്റെ റാങ്കിങ് അവിടെ കൊടുത്തിട്ടുണ്ട് 0.962. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പൊസിഷനിൽ ആരാണ്? നോർവേ ആണ്. 0.961 ആണ് നോർവേയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റാങ്ക് എന്ന് പറയുന്നത്. റാങ്ക് അല്ല, വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റാങ്കിങ്ങിൽ ഫസ്റ്റ് പൊസിഷനിൽ സ്വിറ്റ്സർലാൻഡ് ആണ്, സെക്കൻഡ് പൊസിഷനിലാണ് നോർവേ. ഇനി 2019 ഡേറ്റ അനുസരിച്ച്, അതായത് തൊട്ട് മുന്നേ പബ്ലിഷ് ചെയ്ത ഡേറ്റ അനുസരിച്ച് നോർവേ ആയിരുന്നു ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് രണ്ടാമത്തെ സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. എന്നിട്ട് ആരുവരെയാണ്? സ്വിറ്റ്സർലാൻഡ് ആണ് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കണം. ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കാനൊക്കെ ആയിട്ട് നോർവേ എന്ന് തന്നെ പറഞ്ഞു തരും. പക്ഷെ നോർവേ കഴിഞ്ഞ വർഷമായിരുന്നു ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടായത്. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ സ്വിറ്റ്സർലാൻഡ് ആണ്, മറന്നു പോകരുത്. മൂന്നാമതായിട്ട് ഐസ്ലാൻഡ് വരുന്നു, പിന്നെ ഹോങ്കോങ്, ദെൻ ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, സ്വീഡൻ, അയർലൻഡ്, ജർമ്മനി, നെതർലാൻഡ്സ്. അപ്പം അങ്ങനെ 1 മുതൽ 10 വരെയുള്ള രാജ്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഓർത്തിരിക്കുക. ഇൻ കേസ് 10 രാജ്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യത്തെ 5 രാജ്യങ്ങളെങ്കിലും ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കിയത് ടോപ്പ് 10 കൺട്രീസ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ള 10 രാജ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. അതേപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കുറഞ്ഞ രാജ്യങ്ങളെയും അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പൊസിഷനിൽ ആരാണ്? സൗത്ത് സുഡാൻ ആണ്. അപ്പോൾ സൗത്ത് സുഡാനിലാണ് ഏറ്റവും കുറവ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉള്ളത്. ഏകദേശം ഒരു 191 രാജ്യങ്ങളുടെ റാങ്കിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ലാസ്റ്റ്, അതായത് 191ാമത്തെ രാജ്യമായിട്ട് തന്നെ സൗത്ത് സുഡാൻ ആണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ്
കഴിഞ്ഞിട്ടുള്ള രാജ്യങ്ങളെയും അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ബാക്കി എല്ലാ രാജ്യങ്ങളുടെയും, അതായത് 191 രാജ്യങ്ങളുടെയും ഇൻഡെക്സും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, നമുക്ക് എല്ലാ ഇൻഫോർമേഷനും കിട്ടും. ഇത് തൊട്ട് മുന്നത്തെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. ജസ്റ്റ് ഒരു കമ്പാരിസണിന് വേണ്ടി തന്നതാണ്. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോക്കൂ. ഇൻ കേസ് 2019 ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഏകദേശം ഒരു സെപ്റ്റംബറിലൊക്കെ ആയിട്ടാണ് 2022 ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കും ചോദിക്കാൻ ഏറ്റവും സാധ്യത ഉള്ളത്. എങ്കിലും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തൊക്കെ ഒന്ന് നോക്കുക. ഇനി ഇന്ത്യയുടെ റാങ്ക് നമുക്ക് നോക്കണ്ടേ? 191 രാജ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 132ാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ വരുന്നത്. ഇന്ത്യയുടെ HDI വാല്യൂ എന്ന് പറയുന്നത് 0.633 ആണ്. ഇനി ഇന്ത്യ regarded as country of a medium human development country. ഇന്ത്യയെ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് കൺട്രി എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ റീസൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ റാങ്കിനും അനുസരിച്ചിട്ട് കൺട്രീസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ 120നും 156നും ഇടയിൽ ആ ഒരു പൊസിഷനിൽ വരുന്ന രാജ്യങ്ങളാണ് മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് കൺട്രീസിൽ വരുന്നത്. ഇനി 1 മുതൽ 66 റാങ്കിൻ്റെ ഉള്ളിൽ വരുവാണെങ്കിൽ അത് വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉള്ള രാജ്യങ്ങളാണ്. ദെൻ 67നും 119നും ഇടയിലാണ് റാങ്കെങ്കിൽ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉള്ള അല്ലെങ്കിൽ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് കൺട്രീസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് ഒന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആ ഒരു HDI വാല്യൂ കൂടി എല്ലാവരും ഓർത്തു വെക്കുക. ഇനി ബ്രിക്സ് കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്നത് റഷ്യയാണ്. അത് കഴിഞ്ഞാൽ ചൈനയാണ്, ദെൻ ബ്രസീൽ, അത് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക, ഏറ്റവും താഴെ 5ാമതായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ റഷ്യയാണ് ബ്രിക്സ് കൺട്രീസിൽ ഏറ്റവും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉള്ള രാജ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ചൈന. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ബ്രസീൽ ആയിരുന്നു, കഴിഞ്ഞ വർഷമല്ല ഇതിന് മുന്നേ പബ്ലിഷ് ചെയ്ത ഡേറ്റ അനുസരിച്ച് ബ്രസീൽ ആയിരുന്നു സെക്കൻഡ് പൊസിഷനിൽ. ഇപ്പോൾ ബ്രസീൽ തേർഡ് പൊസിഷനിലോട്ട് മാറി, ചൈന കുറച്ചുകൂടി മുന്നിലോട്ട് വന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കാരണം ബ്രിക്സ് കൺട്രീസ് അല്ലേ, അപ്പോൾ ചിലപ്പോൾ ചോദിച്ചാലോ, അത്രയേ ഉള്ളൂ. ഇതുവരെ ചോദിച്ചിട്ടില്ല, എങ്കിലും ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇതിന് മുന്നുള്ള ക്ലാസ്സുകളിൽ ഞാൻ നൽകിയിരുന്നു. പക്ഷെ അത് ഞാൻ നൽകുന്നില്ല, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എങ്കിലും നിങ്ങൾ അത് നോക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ പാകിസ്ഥാൻ്റെ, ബംഗ്ലാദേശ് അങ്ങനെയൊക്കെയുള്ള തൊട്ടടുത്തുള്ള അഫ്ഗാനിസ്ഥാൻ പോലുള്ള മാലിദ്വീപ് അങ്ങനെയുള്ള രാജ്യങ്ങളുടെ കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി നമുക്ക് വിവരങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കോൺഫിഡൻസ് കുറച്ച് കൂടും. സമയമില്ലെങ്കിൽ ആരും ഇത് ചെയ്യാൻ നിൽക്കണ്ട, ഇതുപോലും പഠിക്കണ്ട. സമയമില്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക. കാരണം നമ്മൾ ആ ഒരു റാങ്കും കാര്യങ്ങളും, റാങ്ക് ഇൻ ദ സെൻസ് ആ ഒരു പൊസിഷൻ ഓർത്തു വയ്ക്കുക. ആദ്യത്തെ 1-2 രാജ്യങ്ങളുടെ ആ ഒരു HDI വാല്യൂസ് ഓർത്തിരുന്നാൽ മതി, അല്ലാതെ ഇത് ഫുൾ HDI വാല്യൂസ് ഒന്നും ആരും ഓർത്തിരിക്കേണ്ട. പക്ഷേ റാങ്ക് ആ ഒരു പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതും പിന്നെ ഇൻ കേസ് HDI വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ത്യയുടെ എന്തായാലും HDI വാല്യൂ ഓർത്തിരിക്കണം. പിന്നെ ടോപ്പായിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുടെയും HDI വാല്യൂ ഓർത്തിരിക്കുക. തന്നിരിക്കുന്ന മിക്ക രാജ്യങ്ങളുടെയും തന്നെ പൊസിഷൻ ഒന്ന് വളരെ ഭംഗിയായിട്ട് ഓർത്തിരിക്കുക. HDI വാല്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാവരും വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അറേഞ്ച് ദ ഫോളോയിങ് കൺട്രീസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദർ HDI വാല്യൂ ബേസ്ഡ് ഓൺ UNDP റിപ്പോർട്ട് 2020. അപ്പോൾ 2020 റിപ്പോർട്ട് അനുസരിച്ചിട്ട് HDI വാല്യൂവിൻ്റെ ബേസിൽ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന കൺട്രീസിനെ ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, അസെൻഡിങ് ഓർഡർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഡിസെൻഡിങ് ഓർഡർ എന്നാണ്. അത് റാങ്കിൻ്റെ ബേസിലല്ല, മറിച്ച് എന്താണ്? HDI വാല്യൂവിൻ്റെ ബേസിൽ നിന്ന് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വാല്യൂ കൂടിയ രാജ്യം ഏറ്റവും ആദ്യം എഴുതണം. അതാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. വാല്യൂ HDI വാല്യൂ കൂടിയത് ആദ്യം എഴുതണം, കുറഞ്ഞത് ഏറ്റവും അവസാനം വരണം. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ B ആണ്. ഓക്കെ, അപ്പം അതുപോലെ ബാക്കി ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന 85ാമത്തെ ക്വസ്റ്റ്യൻ വളരെ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതോടൊപ്പം തന്നെ എന്താണ്, 2018 ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? കൺട്രി വിത്ത് ദ ഹയസ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇൻ 2040.
ഓക്കെ. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും എന്താണ് അറേഞ്ച് ചെയ്തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് HDI റാങ്കിൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്തിരിക്കാനാണ്. ഓക്കെ. HDI വാല്യൂവിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, HDI റാങ്കിങ് ചെയ്യുന്നത്. പക്ഷേ ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. HDI വാല്യൂവിൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല. HDI വാല്യൂവിൻ്റെ ബേസിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ റാങ്കിൻ്റെ ബേസിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ HDI വാല്യൂ അനുസരിച്ച് കൂടി അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഈ ഒരു ഭാഗം തീർച്ചയായിട്ടും എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇനിയും നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. നിങ്ങളുടെ എളുപ്പത്തിന് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു വാല്യൂസ്, അതായത് ഇന്ത്യയുടെയും അയൽ രാജ്യങ്ങളുടെയും വാല്യൂസ്, HDI വാല്യൂസ് റാങ്കും കാണാതെ പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. ഇനി അത് വേണ്ട, വളരെ സ്മാർട്ടായിട്ട് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അത് എഴുതി പഠിക്കണമെങ്കിൽ അങ്ങനെയും പഠിക്കാം. അപ്പം എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.